നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. തുറക്കാത്ത വാതിൽ എന്ന സിനിമയിലെ ഈ പാട്ട് നമുക്കൊക്കെ സുപരിചിതമാണ്. കുട്ടിക്കാലത്ത് അമ്മയുടെ നാവിൻ തുമ്പിൽ നിന്ന് ഈ പാട്ട് കേൾക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ഓർമ്മകളിൽ ഒന്നാണ്. ഈ പാട്ടിൽ പറയുന്നത് പോലെ നമ്മുടെ കേരളം നാളികേരത്തിന്റെ നാടാണ്. നമ്മുടെ കൊച്ചു കേരളത്തിന് അതിന്റെ പേര് കിട്ടിയത് തന്നെ കേരങ്ങളുടെ നാട്, അതായത് തെങ്ങുകളുടെ നാട് എന്ന അർത്ഥത്തിലാണ്. തെങ്ങ് കൽപ്പവൃക്ഷമാണ്. എന്നാൽ തെങ്ങുകളുടെ നാടായ കേരളമാണോ തേങ്ങ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത്? അല്ല. ശരിക്കും ഈ വർഷത്തെ കണക്കനുസരിച്ച് ഒരു കാലത്ത് തേങ്ങ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന കേരളം ഇന്ന് 3-ാം സ്ഥാനത്തിലേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ കർണാടകം 1-ാം സ്ഥാനത്തും തമിഴ്നാട് 2-ാം സ്ഥാനത്തുമാണ്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് നമുക്ക് ഇന്നീ വീഡിയോയിൽ കാണാം. കോക്കസ് മ്യൂസിഫറ എന്ന സയന്റിഫിക് നാമത്തിൽ അറിയപ്പെടുന്ന തേങ്ങ ഉണ്ടാവുന്ന തെങ്ങ് 37 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് വരെ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നതിന് ശാസ്ത്രീയമായ തെളിവുകളുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തെങ്ങുകളുടെ നാടായ കേരളം തേങ്ങ ഉൽപാദനത്തിൽ ഇന്ന് ഒന്നാം സ്ഥാനത്തല്ല. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം തേങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകമാണ്. ഈ കർണാടകത്തിലെ 80% തേങ്ങകളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് 3 ജില്ലകളിൽ നിന്നാണ്: ഹസൻ, തുംകൂർ, മണ്ഡ്യ. കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിന്റെ കണക്ക് പ്രകാരം 2021-22 കേരളത്തിൽ 552 കോടി തേങ്ങകളും കർണാടകത്തിൽ 518 കോടി തേങ്ങകളും ഉൽപ്പാദിപ്പിച്ചു. എന്നാൽ 2022-23 ആയപ്പോഴേക്കും കർണാടകം 518 കോടിയിൽ നിന്നും 595 കോടിയായി തേങ്ങ ഉൽപാദനം കൂട്ടി. അതേസമയം കേരളത്തിന്റെ തേങ്ങ ഉൽപാദനം 563 കോടിയായി മാറി. ഏറ്റവും പുതിയ കണക്കനുസരിച്ച്, അതായത് 2023-24 കണക്കനുസരിച്ച് കർണാടകത്തിലെ തേങ്ങ ഉൽപാദനം 726 കോടിയായി വർദ്ധിച്ചു. ഒരു വർഷത്തിൽ 130 കോടി ഉൽപാദനത്തിലെ വർധനവ്. അതേസമയം കേരളത്തിൽ 564 കോടിയെ ഉൽപാദനം വന്നുള്ളൂ. അത് മാത്രമല്ല, 578 കോടി തേങ്ങ ഉൽപാദനത്തോടുകൂടി തമിഴ്നാട് കേരളത്തെ പിന്തള്ളി 2-ാം സ്ഥാനത്തെത്തി. ഇന്ത്യയുടെ തേങ്ങ ഉൽപാദനത്തിന്റെ ഏകദേശം 28%, അതുപോലെ വെളിച്ചെണ്ണ ഉൽപാദനത്തിന്റെ 72% ഇന്ന് വരുന്നത് കർണാടകത്തിൽ നിന്നാണ്. ഈ അവസ്ഥയിൽ ഇവിടെ 2 പ്രധാന ചോദ്യങ്ങളാണ് നാം ചോദിക്കേണ്ടത്. ഒന്ന്, തെങ്ങ് കൃഷിയുടെ ഏരിയയുടെ കാര്യത്തിൽ കർണാടകം കേരളത്തിനേക്കാൾ പിറകിലാണെങ്കിലും എങ്ങനെ അവിടെ വലിയ തോതിൽ തേങ്ങ ഉൽപാദനം നടക്കുന്നു? രണ്ടാമത്തെ ചോദ്യം, എന്തുകൊണ്ട് കേരളത്തിൽ ഈ റേറ്റിൽ തേങ്ങ ഉൽപാദനം നടക്കുന്നില്ല? കർണാടകത്തിലെ തേങ്ങ ഉൽപാദനം കൂടുന്നതിന് പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, വീക്കെൻഡ് അഗ്രികൾച്ചർ, മറ്റൊന്ന് ശാസ്ത്രീയമായ രീതിയിലുള്ള കൃഷി. എന്താണ് വീക്കെൻഡ് അഗ്രികൾച്ചർ? ബാംഗ്ലൂർ പോലുള്ള നഗരങ്ങളിൽ വർക്ക് ചെയ്യുന്ന യുവതലമുറ അവരുടെ വാരാന്ത്യം, അതായത് ആഴ്ചയുടെ അവസാനം അവരുടെ വീട്ടിൽ വന്ന് കൃഷിപ്പണിയിൽ ഏർപ്പെടുന്നതിനെയാണ് വീക്കെൻഡ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. വീക്കെൻഡ് അഗ്രികൾച്ചർ ഇപ്പോൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാര്യം എന്ന് പറയുന്നത്, ബാംഗ്ലൂർ പോലുള്ള നഗരങ്ങളിൽ ഇപ്പോൾ ഓർഗാനിക് ഭക്ഷ്യവസ്തുക്കളുടെ ഡിമാൻഡ് കൂടുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വീക്കെൻഡ് അഗ്രികൾച്ചറും അവിടെ വളരെയധികം പുരോഗമിക്കുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞത് ശാസ്ത്രീയമായ രീതിയിലുള്ള കൃഷി. കർണാടകത്തില് അവർ മണ്ണിലുള്ള ന്യൂട്രിയൻസിന്, അവരുടെ കൃഷിഭൂമിയിലുള്ള ന്യൂട്രിയൻസിനെ കുറിച്ച് മനസ്സിലാക്കി ആവശ്യമായ ന്യൂട്രിയൻസ് ഉപയോഗിക്കുകയും, അതുപോലെ തന്നെ കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡ് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തെങ്ങ് കൃഷിക്കുള്ള ബെസ്റ്റ് പ്രാക്ടീസസ് മനസ്സിലാക്കി അത് സംയോജിപ്പിച്ച് കൃഷി ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് കർണാടകത്തില് ഒരു വർഷം 130 കോടി തേങ്ങ ഉൽപാദനം വർദ്ധിക്കുവാനുള്ള കാരണങ്ങള്. ഇനി പ്രധാന ചോദ്യത്തിലേക്ക്, എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത്? കേരളത്തിൽ ടൂറിസം ബൂമാണ്. ഈ ടൂറിസം ബൂം കാരണം കേരളത്തിലെ കൃഷിഭൂമികളും കാടുകളും റിസോർട്ടും മറ്റു ടൂറിസം റിലേറ്റഡ് കാര്യങ്ങൾക്കുമായി മാറ്റിവെക്കപ്പെടുന്നു. കൃഷിഭൂമിയുടെ ഏരിയ കുറയുന്നതും അതുപോലെ കൃഷിയിലുള്ള മലയാളികളുടെ താല്പര്യം കുറയുന്നതുമാണ് ഈ തേങ്ങ ഉൽപാദനം കുറയാനുള്ള പ്രധാന കാരണങ്ങൾ. കേരളം അരിയും മറ്റ് ഭക്ഷ്യവസ്തുക്കൾക്കായി വലിയ തോതിൽ മറ്റു സംസ്ഥാനങ്ങളെ ഇപ്പോൾ ആശ്രയിക്കുന്നുണ്ട്. വളരെ വലിയ തോതിൽ പെസ്റ്റിസൈഡൊക്കെ ഇട്ട് വളർത്തുന്ന ഈ ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ ശരീരത്തിന് ഹാനികാരകമാണ്. കേരളത്തിന്റെ കൃഷിയുടെ ഈ അവസ്ഥ എങ്ങനെ ഭാവി തലമുറയെ ബാധിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? മറ്റ് സംസ്ഥാനങ്ങൾ വെർട്ടിക്കൽ ഫാമിങ്ങും റൂഫ് ടോപ്പ് ഫാമിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കേരളത്തിലെ കൃഷി പുനരുജ്ജീവിപ്പിക്കാൻ നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇതിനെപ്പറ്റി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.